ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് ടൂറാണ്. എന്തായിരുന്നു കേടാ, പക്ഷെ ഇങ്ങനെ നോക്കൂത്തിയായിട്ട് നിൽക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. കഴിഞ്ഞ പാർട്ടിയിൽ പറഞ്ഞ പോലെ തന്നെ അടിവാരത്ത് നമ്മൾ കൊണ്ടുവന്ന ഫുഡെല്ലാം കഴിച്ച് നമ്മുടെ അമ്മയുടെ ചെരുപ്പും അവിടെ നിക്ഷേപിച്ചിട്ട് നമ്മൾ നേരെ ചുരം കയറുവാണ്. നമ്മൾ സൺഡേ ആണ് പോകുന്നത്. കഴിഞ്ഞ സൺഡേയിലൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു എന്ന്. പക്ഷേ ഇന്ന് നമ്മൾ കയറുമ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല. സോ വി ഹാവ് റീച്ച്ഡ് വയനാട്. ഫസ്റ്റ് തന്നെ അമ്മയ്ക്ക് നല്ലൊരു ചെരുപ്പും വാങ്ങി കൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് പൂക്കോട്ട് തടാകത്തിലാട്ടോ. ആദ്യമായിട്ടാണ് പൂക്കോട്ട് ലേക്കിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ കട്ട പോസ്റ്റ് അടിച്ച് നിൽക്കുന്നത്. രണ്ടുപേരും ഞങ്ങളെ ഇറങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ കുട്ടികളെയും കൊണ്ട് ഇറങ്ങാൻ അമ്മയും സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ അവസാനം അനു നിതിന് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഇത് കണ്ടങ്ങനെ ഇരുന്നിട്ട് സൈഡിലൂടെയുള്ള വഴിയിലൂടെ നമ്മൾ കുറച്ചങ്ങോട്ട് കാനനപാതയിലൂടെ നടന്നു കേട്ടോ. എന്തിനാ ആ സങ്കടം ഒന്ന് മാറാൻ. പക്ഷേ എൻ്റെ മുഖത്ത് ആ സങ്കടം നല്ല ഉണ്ട്. 3-4 തവണ ഞാൻ വയനാട് വരണം. ഫസ്റ്റ് ടൈമാണ് ഇതുവരെ ഞാൻ ലേക്കിൽ ഇങ്ങനെ പെഡൽ ചെയ്തിട്ട് ആ ബോട്ട് യൂസ് ചെയ്യാതെ ഇരുന്നിട്ടുള്ളത്. പക്ഷേ കുഴപ്പമില്ല, കുട്ടികളൊന്ന് വലുതാവട്ടെ. നമ്മൾ റൂം എടുത്തിട്ടുള്ളത് ഹോട്ടൽ ബ്രഹ്മയിലാണ്. ഇത് സുൽത്താൻ ബത്തേരിയിലുണ്ട്, കൽപ്പറ്റയിലുണ്ട്. പക്ഷെ നമ്മൾ സുൽത്താൻ ബത്തേരിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബെറ്റർ നിങ്ങൾ കൽപ്പറ്റയിൽ എടുക്കാൻ നോക്കുക. കാരണം എല്ലാ സ്പോട്ടിലേക്കും അവിടുന്ന് ഈക്വൽ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കുറച്ച് അധികം ഉണ്ട്. അങ്ങനെ റൂമിലെത്തി നമ്മളൊന്ന് ഫ്രഷ്നപ്പ് ആയതിനു ശേഷം ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടേക്കാണ് പോയത്. പക്ഷേ അവിടുത്തെ ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണി. അമ്മ പിന്നെ ഹോട്ടൽ ഫുഡിൻ്റെ വിരോധി ആയതുകൊണ്ട് മീൽസ് ചോദിച്ചപ്പോൾ മീൽസ് ഇല്ല. ഇതേ മറ്റേ ക്യാമറയിൽ നിന്ന് ഒളിച്ച് കളിക്കുകയാണ് എൻ്റെ അമ്മ. അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല ക്യാമറയിലോട്ട് വരാൻ. അങ്ങനെ അമ്മയ്ക്ക് പൊതിച്ചോറാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. നമ്മുടെ ബീഫ് ഉണ്ടല്ലോ മുറ്റായിരുന്നു. മുറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റെന്ന് കഴിഞ്ഞാൽ ഹാർഡ് എന്നാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചിക്കൻ ബിരിയാണി വാങ്ങിയാൽ മതിയായിരുന്നു. അച്ഛൻ എഗ് ബിരിയാണിയാണ് വാങ്ങിയത്. അച്ഛൻ നന്നായിട്ട് കഴിക്കുന്നത് കണ്ടു. ബിരിയാണി റൈസൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ആ ബീഫ് 5 പൈസയ്ക്ക് ഉണ്ടായിരുന്നില്ല. റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത്. നമ്മൾ 4th ഫ്ലോറിലാണുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കാരാപ്പുഴ ഡാമിലേക്കാണ്. കുറച്ചൊരു 15 മിനിറ്റ് നമ്മൾ റൂമിൽ റെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ദെൻ നമ്മൾ അവിടെ ഇറങ്ങി. ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ എന്താ പറയുക സംഭവങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കളിച്ച് നടക്കാൻ പറ്റുന്ന സ്പേസ്. അതേപോലെ തന്നെ ഇതുണ്ടോ ഈ ജമ്പ് ഇൻ ടു ഫൺ, നല്ല രസമാണ്. പാട്ടിട്ട് പിള്ളേരിങ്ങനെ ചാടി കളിച്ചോളും. നമ്മുടെ പിള്ളേരെ കൊണ്ടുപോകാനായില്ല. ഇതൊരു ഹൈറ്റുള്ള ഒരു ടവർ പോലത്തെ സംഭവമാണ്. ഇതിങ്ങനെ കറങ്ങി കറങ്ങി മേലേക്ക് പോകും. ഇവിടെയും ഞങ്ങൾ കട്ട പോസ്റ്റായിരുന്നു ഗൈസ്. കുട്ടികളെയും കൊണ്ട് ഇതേ എല്ലാവരും കയറുന്നത് കണ്ടിട്ട് എൻജോയ് ചെയ്ത്. പക്ഷെ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇവർ കയറുമ്പോൾ നമ്മൾ കയറിയൊരു ഫീലിംഗ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്ന പോലെ. ട്വിൻസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ സുധിനിയും ഇവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് ആകെ കിട്ടിയ ഒരു സമാധാനം. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ ഇങ്ങനെ നടന്നു. ഇനിയുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. സോ ബൈ.